ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവജനമേ, ഇന്ന് സെപ്റ്റംബർ 13 വെള്ളിയാഴ്ച, വേർഡ് ഓഫ് ഗോഡ് ടുഡേ 3 മണിക്കൂറിലെ ചിന്തയ്ക്ക് ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം 19 വാക്യം. ദൈവം അവളുടെ കണ്ണു തുറന്നു, അവൾ ഒരു കിണർ കണ്ടു. അവൾ ചെന്ന് തുകൽ സഞ്ചി നിറച്ച് കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു. പ്രിയമുള്ളവരെ, ഇവിടെ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസത്തിൻ്റെ തുടർച്ചയായ ചിന്തകളിലേക്കാണ് പോണത്. ഹാഗാർ തൻ്റെ കുട്ടിയെ കൊണ്ടുചെന്നിട്ട് കുടിക്കാൻ വെള്ളമില്ലാതെ അവൻ മരിക്കാൻ പോകുന്നു എന്ന് കണ്ടിട്ട് അവനെ ഒരു കുറ്റിക്കാട്ടിൽ കിടത്തിയിട്ട് മാറി നിന്ന് നിലവിളിക്കുന്ന ഹാഗാറിനെയാണ് നമ്മൾ കാണുക. പ്രിയമുള്ളവരെ, ആ കുട്ടിയുടെ നിലവിളി ദൈവസന്നിധിയിൽ എത്തിക്കഴിഞ്ഞപ്പം ദൈവം ഇടപെട്ട് ആ കുട്ടിക്ക് വെള്ളം കൊടുക്കാനായിട്ട് ഈ തള്ളെ വിളിക്കുന്നതും അതിനുള്ള ക്രമീകരണം നടത്തുന്നതുമാണ് നമ്മുടെ ഇന്നത്തെ ചിന്ത. പ്രിയമുള്ളവരെ, ഇവിടെ നമുക്കൊന്ന് ചിന്തിക്കാനുള്ളത്, ഉൽപ്പത്തി പുസ്തകം 21 അധ്യായത്തിൻ്റെ 16 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, കുഞ്ഞ് മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞിട്ടാണ് അവൾ ഓടി മാറുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ഇടയിൽ ഉദരത്തിൽ വെച്ച് തന്നെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ മടി കാണിക്കാത്ത അമ്മമാര്, അഥവാ അവിടെ പറ്റുന്നില്ലെങ്കിൽ ജനിച്ചു കഴിഞ്ഞ് മൃഗീയമായി കൊല ചെയ്യപ്പെടുന്ന സ്വന്തം കുഞ്ഞിനെ സ്വന്തം കൈകൊണ്ട് കൊന്നു തള്ളുന്ന മാതൃത്വം, ഈ കൊലപാതകങ്ങളൊന്നും കണ്ടില്ല എന്ന മട്ടിൽ സുഖലോലുപതയുടെ മടിത്തട്ടിലൂടെ ഓടുന്ന സമൂഹം, എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്? പ്രിയമുള്ളവരെ, ഉൽപ്പത്തി പുസ്തകം 2 അധ്യായത്തിന്റെ 17 വാക്യത്തിൽ പറയുന്നു, കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു എന്നാണ്. കുട്ടിയുടെ കരച്ചിൽ ദൈവസന്നിധിയിലെത്തി. എത്രയോ കുഞ്ഞുങ്ങളുടെ നിലവിളി കൊലക്കളത്തിലേക്ക് നീക്കുമ്പം ആ കുഞ്ഞിന്റെ നിലവിളി ദൈവസന്നിധിയിൽ എത്തുന്നു. ഇതൊക്കെ പ്രതികാരത്തിന് വേണ്ടി ദാഹിക്കുന്ന പാപമല്ലേ? ഇതൊന്നും കണ്ടിട്ട് നമുക്കാർക്കും യാതൊരു കൂസലുമില്ലാതെ നമ്മൾ കടന്നു പോവുകയാണ്. എന്തിനോട് ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുന്നവരെല്ലാം ഇതിന് മറുപടി കൊടുക്കണ്ടേ? പ്രിയമുള്ളവരെ, നമുക്ക് ദൈവസന്നിധിയിലേക്ക് തിരികെയല്ലാതെ എന്താ ചെയ്യാൻ പറ്റുക? എത്രയേറെ പാപത്തിന്റെ പടുകുഴിയിലാണെങ്കിൽ പോലും ദൈവം അവളെ കണ്ടു. അവൾ ജീവജലത്തിന്റെ കിണർ അവൾക്ക് കാണിച്ചു കൊടുത്തു, കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി. പ്രിയമുള്ളവരെ, ഈ സമയം നമുക്ക് കാൽവരിയിൽ ചിന്തിയ ആ ജീവരക്തത്തിൻ്റെ തണലിലേക്ക് അടുക്കാൻ അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്തതാ. ഈ കൊന്നുതള്ളിയ അമ്മമാർക്കും അതിനോട് പങ്കുചേർന്നിരിക്കുന്ന മക്കൾക്ക് എല്ലാവർക്കും അതിൽ പങ്കുണ്ട്. പ്രിയമുള്ളവരെ, കാൽവരി യാഗത്തിലൂടെ പാപം കഴുകി വിശുദ്ധീകരിക്കപ്പെടുവാനും വീണ്ടെടുക്കപ്പെടുവാനും സാധിക്കുന്ന ആ കൃപയുടെ നീർച്ചാല് ഈ അമ്മയാകുന്ന തോൽക്കുടത്തിൽ നിറച്ചിട്ട്, പ്രിയമുള്ളവരെ, ആ കുഞ്ഞിനും മറ്റുള്ളവർക്കും രക്ഷയ്ക്ക് വേണ്ടി അത് ജീവജലം ഒഴുക്കട്ടെ. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.